മ്യൂച്വൽ ഫണ്ടിലെ പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്കുകളും അതിന്റെ സൊല്യൂഷൻസ് എന്നുള്ള ഒരിതാണ്. ഇത് ആരും എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം പല പുതിയ ഇൻവെസ്റ്റേഴ്സും വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകളും അതിന്റെ സൊല്യൂഷൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണെങ്കിൽ ഒരു SIP മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SIP റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പല ഇൻവെസ്റ്റേഴ്സും അവരുടെ വരുമാനത്തിന്റെ ഒരു മിച്ചം പിടിക്കുന്ന എമൗണ്ടോ അല്ലെങ്കിൽ 1000-ഓ 2000-ഓ വെച്ചിട്ട് മാസം മാസം നിക്ഷേപിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇതിന് ആസ്പദമായിട്ട് അല്ലെങ്കിൽ എത്രയാണ് റിട്ടേൺ വരുന്നത്, അല്ലെങ്കിൽ ടൈം എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഗോൾ എങ്ങനെയാണ്, ഇതൊന്നും കണക്കിലെടുക്കാതാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക, ആ ഗോളിന് ആസ്പദമായിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇതിന് നമുക്ക് എത്രയാണ് ഒരു 20 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ട് എത്രയാണ് ആ എമൗണ്ട് വേണ്ടി വരിക, അതിന് അനുയോജ്യമായിട്ടുള്ള SIP എമൗണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ഗോൾ ട്രാക്കർ വെച്ചിട്ട് കണ്ടുപിടിക്കുകയും ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഗോൾ നമുക്ക് ഈസി ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തത് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യുക. പല ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ഫിയർ ഉണ്ടാവുകയും അതുമൂലം SIP സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുമൂലം വെൽത്ത് ലോസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങാൻ സാധിക്കുക. നമ്മളൊരു സാധനം വിൽക്കുമ്പോഴല്ല അത് ഏത് റേറ്റിൽ വാങ്ങുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് കിട്ടും വാങ്ങാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് നമ്മളെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയങ്ങളിൽ നമ്മൾ SIP സ്റ്റോപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. പറ്റുവാണെങ്കിൽ നമ്മളൊരു ടോപ്പ് SIP ചെറിയ എമൗണ്ട് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് പെർഫോമൻസ് നോക്കിയിട്ട് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പല ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റിൽ ഒരു വർഷമോ അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുകയും അത് അണ്ടർ പെർഫോമർ ആവുകയാണെങ്കിൽ അത് വേറൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പിന്നെ വീണ്ടും അവിടെ നിന്നും പെർഫോമൻസ് മോശമാണെങ്കിൽ വീണ്ടും സ്വിച്ച് ചെയ്യുന്നു. ഇത് പ്രവണത ഒട്ടും ശരിയായിട്ടുള്ളതൊന്നല്ല. കാരണം ഇതുമൂലം നമുക്ക് ടാക്സിന്റെ ലോസ് വരുന്നു, അതോടൊപ്പം തന്നെ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ അതിന്റെ റീസെറ്റ് ചെയ്യേണ്ടി വരുന്നു, അങ്ങനെ ഒട്ടനവധി ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോ ഇതിന്റെ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ഒരു സ്പെക്കുലേഷൻ ഓറിയന്റഡ് അല്ല, ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കുറഞ്ഞത് ഒരു 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ ആ ഫണ്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം അണ്ടർ പെർഫോമർ ആണെങ്കിൽ മാത്രം ആ ഫണ്ട് വേറൊന്നിലേക്ക് സ്വിച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ